വന്ന് പോകുന്ന ഡേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോകാനായിട്ട് നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സൺഡേ ഏർലി മോർണിംഗ് ആണ്. ഒരു 6:15 ആയിട്ടുണ്ട്. ഇനി ഹായ്ക്കോട്ടൻ കിടന്ന് ഉറങ്ങുവാണ് സ്റ്റില്ല്. ഞാൻ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോവും. എന്നിട്ട് ഇതിന് ബൈ ബൈ പറയും. നമുക്കിന്ന് കുറേ ലഗേജ് ഉണ്ട് കേട്ടോ. കാരണം ഇന്ന് നമ്മൾ പോകുന്നത് സ്കൂട്ട് എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റിലാണ്. അപ്പം മാക്സിമം ലഗേജ് കൊണ്ടുപോകാൻ നമുക്ക് അവർക്കുള്ള എല്ലാ മാക്സിമം അവർക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ എടുത്തിട്ടുണ്ട്. നിനക്ക് കൊണ്ടുപോകാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം. അപ്പോൾ നമുക്ക് ഇത്ര നാല് ബാഗുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഹാൻഡ് ക്യാരി പോലെ ഇടണം. ഇത്രേ ഉള്ളൂ. മാക്സിമം എന്ന് പറഞ്ഞാൽ ഇത്രയും നമുക്ക് കാരണം ഞാൻ ഒറ്റ ഒരാളല്ലേ ഉള്ളൂ. ഹായ്ക്കുട്ടി നല്ല ഉറക്കമാണ്. ഹായ്ക്കുട്ടിനെ എണീപ്പിക്കാതെ വേണം നമുക്ക് ഡയപ്പർ മാറ്റാനായിട്ട്. ഡ്രസ്സൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, നേരെ ഡയപ്പർ ചേഞ്ച് ചെയ്തെടുത്തോണ്ട് പോവാം. പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇറങ്ങണം. 2 ടാക്സിക്ക് പോകുന്നത് നമുക്ക് ലഗേജ് ഉണ്ട്. പിന്നെ സിംഗപ്പൂർ നമുക്ക് ഹായ് ഉള്ളതുകൊണ്ട് ടാക്സി വിളിക്കണം. വിളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് 2 ടൈപ്പ് ഓഫ് ടാക്സികൾ വിളിക്കാൻ പറ്റും. ഒന്ന് നോർമൽ ടാക്സി, ഒന്ന് ഗ്രാബ് പോലത്തെ ഊബറൊക്കെ പോലത്തെ ഒരു ടാക്സി. അപ്പം അത് ഇറങ്ങി നിപ്പായി. ഹായ്ക്കുട്ടനും ഹായ്ക്കുട്ടൻ്റെ ആൻറ്റിയും ഇവിടെ ഉണ്ട്. അത് ഓളത്ത് കിട്ടും. ചായയുടെ ബാഗ് കുഞ്ഞിയുടെ കയ്യിലുണ്ട്. പിന്നെ ഇവന്റെ കയ്യിലല്ലേ നമ്മളെ തന്നെ എടുത്തേക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അമ്മ അതെ ഞങ്ങളുടെ ഹായ്ക്കുട്ടി എഴുന്നേറ്റ് കേട്ടോ. കറക്റ്റ് ഫ്രൈ ടൈം ആയപ്പോൾ എഴുന്നേറ്റ് വന്ന്. ഡാഡിന് സിഡ്നി പോവാണോ? യാ നോ പോയിട്ട് ഹായ്ക്കുട്ടനെ കൊണ്ടുപോകില്ലേ? അവളുടെ വിചാരം അവള് പോകുന്നാ. അല്ല, നീ എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് മനസ്സിലേക്ക് ഫീഡ് ആവുന്നത് അവൾക്ക് അവള് പോകുന്ന. റെയിനി ഡേ പറഞ്ഞേ. സേ റെയിനി ഡേ. അവർക്ക് ഈ നമ്മുടെ ബേബി കാരിയറിൽ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വേറൊന്നുണ്ടല്ലോ, നമ്മൾ ചെസ്റ്റിനോട് ചേർന്ന് ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുമ്പോൾ എൻ്റെ ഹായ്ക്കുട്ടിന് അല്ലേ? ഇവരെ നമ്മളൊരു സെറ്റാക്കിയിട്ട് ഫസ്റ്റത്തെ വണ്ടിയിൽ വിടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുടെ എണ്ണം കൂടുതലാണ്, ലഗേജിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് ഇവിടെ നമ്മുടെ ഡ്രൈവർമാർ ഇത്ര എണ്ണം പറ്റുള്ളൂ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണാവേ. ഹായ്ക്കുട്ടൻ്റെ പാല് കലക്കിയത് എടുത്തായിരുന്നോ? കിടത്തിയാൽ മതി. യെല്ലോ ലൈറ്റും ഉണ്ട്, റെഡ് ലൈറ്റും ഉണ്ട് അല്ലേ? ഗ്രീൻ ആയാലാണ് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഗ്രീൻ ആയോ? ഹായോ, നമ്മൾ റീയൂണേറ്റ് ചെയ്തു. നമ്മൾ ഇറങ്ങിയപ്പം ഇരുട്ടായിരുന്നു കേട്ടോ. ലെറ്റ്സ് ഗോ. നമ്മൾ ഇച്ചിരി റണ്ണിങ് ലേറ്റ് ആണ്. പപ്പ എവിടെ ഉണ്ടടി? എന്റെ അമ്മോ. പപ്പ ഇവിടെ ഉണ്ട്. എന്നാ ചെല്ലു, പപ്പയുടെ അടുത്തോട്ട് ചെല്ലു. പപ്പേനെ കിട്ടിയോ പപ്പേനെ? ചെക്ക് ഇൻ ചെയ്യാൻ പോവാന്ന്. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ സ്കൂട്ടിനൊക്കെ ഒരു 1 കോമൺ ചെക്കിനാണ്. നമ്മൾ ഇവിടെ കൈസിൽ തന്നെ നമ്മൾ ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലാണ് അവർ കൗണ്ടറിലേക്ക് വിടുകയുള്ളൂ.
ക്ലിയർ? ഓൾ ക്ലിയർ. ഡോക്യുമെന്റ്സ് ഒക്കെ കഴിഞ്ഞു. അല്ല, എൻ്റെ പേര് അവർക്ക് ഇതിൽ ഫില്ലാകുന്നില്ല, അതുകൊണ്ട് അവർ ലോങ് മിഡിൽ നെയിം ഉള്ളവരൊക്കെ പുതിയൊരു ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്തു. വേറൊരു ബോർഡിംഗ് പാസ്സാ മാനുവലായിട്ട് ഇത്. ഓക്കെ. ആയിക്കോട്ടെ, പെട്ടി തൂക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. ഡാഡ തന്നെ എടുത്ത് വെച്ചോളുവേ. അത് എത്രയുണ്ടടാ? അറിയില്ല എത്രയാണ്. അതെ, അതിൻ്റെ ഉള്ളിൽ കയറി പോകും ഇങ്ങ് വരെ, പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. ഇങ്ങ് വാ ആയിക്കോട്ടെ. ആ ഡാഡിയും മോളും കൂടെ ട്രോളി വെക്കാൻ പോയോ? ട്രോളി വെച്ചോ? ബൈ ബൈ പോവോ ആള്. അവള് റെഡിയായി പോകാൻ. നാക്കൊക്കെ നീട്ടി വരുന്നത്. ഇപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കം. ആ ഓക്കെ ഓക്കെ. ഒരാളെ വിടാൻ എത്ര പേരാന്ന് നോക്കിയേ. കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓർത്ത് നമ്മൾ ബർഗർ കിങ്ങിന്ന്. അപ്പം എന്താണ്, നിബിൻ പോവുകയാണ്, അത് തന്നെയാണ് വിശേഷം. അപ്പോൾ നിബിൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. പക്ഷേ ആൾ തിരിച്ചു വരും കേട്ടോ. ഒരു 3 weeks ഒക്കെ കഴിയുമ്പം നിബിൻ തിരിച്ച് വരും സിംഗപ്പൂരിലേക്ക്. പക്ഷേ ഹായ്കുട്ടനെ ഇനി കാണില്ലായിരിക്കും. അപ്പോൾ കുറേ എന്താണ്, നമ്മൾ 2 weeks കഴിയുമ്പം ഞാനും ഹായയും പപ്പയും മമ്മിയും കൂടെ നാട്ടിലേക്ക് പോവും. എന്നിട്ട് ഹായ കുറച്ച് നാൾ നാട്ടിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ വി സ്റ്റിൽ ഹാവ് ടു ഫിഗർ ഔട്ട് അതൊക്കെ എങ്ങനെയാണെന്നുള്ളത്. എല്ലാവരോടും ഫുഡ് കഴിക്കാൻ ചോദിക്കുമ്പോൾ എന്തായാലും മതിയിടാ, എന്തായാലും കുഴപ്പമില്ലാന്ന് പറയാം. എല്ലാവർക്കും നമുക്ക് കുറച്ച് വെള്ളം കൊണ്ടു കൊടുക്കാം. എന്തെങ്കിലും ഒരു സാൻഡ്വിച്ച് നമുക്ക് അതെ. ബർഗർ കിങ് ഓസ്ട്രേലിയയിൽ ഹംഗ്രി ജാക്സ് ആണ്. നമുക്ക് ലെറ്റ്സ് ഓർഡർ. ഈ സാൻഡ്വിച്ച് ഒക്കെ നല്ലതായിരിക്കും, കൊസോൺ സാൻഡ്വിച്ച്. നമ്മളിപ്പോൾ ഫുഡൊക്കെ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞേ. ഫുഡ് കഴിച്ചു. ആയിക്കോട്ടെ. ഇപ്പോഴും സെന്റൻസ് പറയാൻ ക്ലിയർ ആയിട്ടില്ല. ചില സെന്റൻസ് ഒക്കെ പറയുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു സെന്റൻസുകൾ, വലിയ കോംപ്ലക്സ് ആയിട്ടൊന്നും പറയില്ലല്ലേ ഹായ്ക്കുട്ടാ? പൊട്ടിപ്പോയെന്നാണ് അവളുടെ ഏറ്റവും അല്ല ഇൽക്കതാന്ന് പറയാറുണ്ട്. എന്താണെങ്കിലും ഫുഡ് നമ്മൾ കഴിച്ച് തീരാറായി. ആയ ഉൾപ്പെടെ ഇച്ചിരിയൊക്കെ കഴിച്ചെന്ന് തോന്നുന്നു. പാട്ട് പാടുവാണ്. ഞാനിപ്പോൾ പോയിട്ട് 3 ആഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. ഇപ്പം ഗീതമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ പോകും. എന്നിട്ട് പിന്നെ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഓസ്ട്രേലിയ തിരിച്ചു വരുള്ളൂ. ഹായ് ഇനിയിപ്പോൾ കുറച്ച് സമയം എടുക്കും അല്ലേ? ഇവിടെയാണ് കുറച്ച് നാളിരിക്കുന്നത്. എന്നിട്ട് വയ്യ സിഡ്നിയിലേക്ക് വരുമല്ലേ ഹായ്ക്കുട്ടാ? ഡാഡ എവിടെയാ പോകുന്നത്? സിഡ്നിയിലേക്ക് വരും. അത് നമുക്ക് ഒടിച്ചു നുറുക്കി ശരിയാക്കാം. ആക്ച്വലി ഇത് ഫുള്ളായിട്ടില്ല, പക്ഷെ നമുക്കതൊന്ന് ശരിയാക്കാം. കാണുമ്പോൾ നമുക്ക് ഹാൻഡ് ക്യാരിക്ക് ഇപ്പോൾ ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ടല്ലോ. എവിടെ പോ നീ? പിള്ളേരെ പറ്റിക്കാനായിട്ട്. ആ പെപ്പ പിഗ് ആണല്ലേ? പെപ്പ പിഗിന്റെ സാധനങ്ങളാണ്. ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. ആ നമ്മൾ ഡിപ്പാർച്ചറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെന്നിട്ട് വിളിക്കണം. ഇറങ്ങി ഉടനെ വിളിക്കാം, വീട്ടിൽ ചെല്ലാൻ വിളിക്കാം. ഫുൾ വിളിയായിരിക്കും. ഇവിടുന്ന് നമുക്ക് 3 മണിക്കൂറിൻ്റെ ടൈം ഡിഫറൻസ് അല്ലേ? 3 മണിക്കൂറിൻ്റെ ടൈം ഡിഫറൻസ് ഉണ്ട്. പിന്നെ അവിടുത്തെ ഡേ ലൈറ്റ് ചേഞ്ച് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നും. അതുകൊണ്ട് ഓക്കെ, ഫസ്റ്റ് ടൈം ആട്ടോ നിബിൻ സിഡ്നിയിലേക്കാണ് നമ്മൾ പോകുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നോ? എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ. ഗൈസ്, സിഡ്നിയിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ടൈം പോവുക കേട്ടോ നിബിൻ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ മെൽബണിലാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിബിൻ സിഡ്നിയിൽ പോകുന്നത്. അപ്പോൾ പോകുന്നതൊരു എയർബിഎൻബി ആയിട്ട് നമ്മളൊരു സ്റ്റുഡിയോ റൂം എടുത്തിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്നിട്ട് ഇപ്പം ചെല്ലുമ്പോൾ നിബിന് ലീവാണ്. അത് കഴിഞ്ഞിട്ട് നിബിൻ
വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഒരു ഹഗ് കൂടെ കൊടുത്തേക്ക്. ഹഗ്. പപ്പയ്ക്ക് കൊടുത്തോ? വിളിക്കാട്ടോ. പെട്ടെന്ന് വരും എന്ന് പറയാം. ആ ഫോട്ടോസ് എനിക്ക് അയച്ചു തരുമോ? ഏതില്ല? എയർ ഡ്രോപ്പിലോ? ഞാനെല്ലാം തന്നല്ലോ അല്ലേ? നീ പോയിട്ട് മീൻസ് ഇവിടുന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. നിങ്ങളൊന്ന് ടാക്സിക്കല്ലേ പോകുന്നേ? ഗേറ്റ് നമ്പർ എത്രയായിരുന്നു? ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വന്നു. ഹായ്ക്ക് ഫുഡൊക്കെ കൊടുത്തു വീട്ടിൽ വന്നിട്ട് താഴെ നമ്മൾ ഹായ്ക്കുട്ടിനെയും കൊണ്ടൊരു പാർക്കിൽ വന്നേക്കുവാണ് കേട്ടോ. അപ്പം നിബിൻ ഓൾറെഡി ഫ്ലൈറ്റിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 7.5 മണിക്കൂർ എന്തോ ഉണ്ട് സിഡ്നിക്ക്. രാത്രി അവിടെ എത്തുമ്പം. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ആക്ച്വലി എന്താ പറയുക കല്യാണം കഴിച്ചിട്ട് ഇത്രയും നാളും മാറി നിൽക്കുന്നത്. അല്ല, ഒരു പ്രാവശ്യം ഹായ് ഉണ്ടായ ടൈമിൽ നാട്ടിൽ പോയായിരുന്നു. ശരിയാ നാട്ടിൽ പോയായിരുന്നു. പക്ഷേ ഒരു എന്താ പറയുക നമുക്കിഷ്ടമല്ലാത്ത നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാറി നിൽക്കുന്നത് ഇങ്ങനെ ആദ്യമായിട്ടാണ്. പിന്നെ ഹായക്കുട്ടൻ പറഞ്ഞ പോലെ കുറച്ച് നാൾ കഴിയുമ്പം അമ്മയുടെയും പപ്പയുടെയും കൂടെ നാട്ടിലേക്ക് പോകും. എന്നിട്ട് തിരിച്ച് നമ്മളിവിടെ വരും, ഞാനും നിബിനും. എന്നിട്ട് വീണ്ടും സിഡ്നിക്ക് ഇവിടെ നിന്നെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ കാണിച്ച സാധനങ്ങളും എല്ലാം ഷിപ്പ് ചെയ്യാനായിട്ട് ഷിപ്പൊക്കെ ചെയ്ത് ഇവിടെ നിന്നെല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് നമ്മൾ എല്ലാം എംറ്റി ആക്കിയിട്ട് ഇവിടുന്ന് സാധനങ്ങളെല്ലാം കൊണ്ട് നമ്മൾ സിഡ്നിയിലേക്ക് പോകും. അപ്പോൾ സിഡ്നിയിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ ആ ഒരു ജേർണിയും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അവിടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഹായ് പറയുന്നുണ്ട്. അതിൻ്റെയാണ് കാണുന്നത്. അപ്പം ഇങ്ങനെ ഓടിച്ചാടി നടക്കാൻ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെയായിട്ട് ഇത് പാർക്കുള്ളതും ഒരു ഗുഡ് തിങ് ആണ്. സംഭവിച്ചെന്നുള്ളത് നിബിൻ വീഡിയോ എടുക്കാമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൾ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുമായിരിക്കും ഷോർട്സൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കത് കാണാം. അപ്പം അത്രയൊക്കെയുള്ളൂ ഈ വീഡിയോയിൽ നമ്മൾ നിബിനെ യാത്രയാക്കുന്നതായിരുന്നു കാണിച്ചത്. അപ്പോൾ എന്തായാലും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.